എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, ഏത് സോഫ്റ്റ്വെയറാണ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊബൈലിൽ, നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ തന്നെ വീഡിയോ എല്ലാം കിഡിലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ടിക്ടോക്ക് വീഡിയോ ആയാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി ആയാലും പോസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ വ്ളോഗ് ആയിക്കോട്ടെ കിഡിലിനായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാട്ടർമാർക്കില്ല. സന്തോഷമായില്ലേ? വാട്ടർമാർക്കും ഇല്ല, ഫ്രീയുമാണ്. കിഡിലിൻ്റെ ആപ്പാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാനൊരു 3 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അത് ഇതായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു സംഭവങ്ങൾ 3 ഐറ്റംസ് പർച്ചേസ് ചെയ്ത് അത് ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് നേരെ വീഡിയോൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ വീഡിയോ കാണാനായിട്ടുള്ളൊരു ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ആ ടൈമിലോട്ട് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2-3 സാധനങ്ങൾ അൺബോക്സിങ് ഉണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ വീഡിയോയെ കുറിച്ച് പറയാം. അപ്പോൾ 3 ഐറ്റംസിൽ ആദ്യത്തെ സംഭവം ഒരു ഷൂ ആണ്. ലോട്ടോൻ്റെ റണ്ണിങ് ഷൂ ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇത് കിടക്കുന്നത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ സമ്മാനം. ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് രാവിലെ ഇപ്പോൾ ഓടാനും സൈക്കിൾ ഓട്ടാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളൂ അല്ലേ, അപ്പോൾ കുറച്ച് സ്റ്റാമിനയൊക്കെ വേണമല്ലോ. അപ്പോൾ ഇത്ര നാൾ ചെരുപ്പിട്ടാണ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ കാല് ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. ഇതൊരു കോമഡി ഉണ്ട് മേടിച്ചതിൻ്റെ. ഇത് ഞാൻ ലോക്ക്ഡൗണിന് മുമ്പ് 750 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേ. കറക്റ്റ് ഇത് വീട്ടിലോട്ട് വരുന്ന ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അതങ്ങനെ ക്യാൻസലായി, അവർ റീഫണ്ടൊക്കെ തന്നു. അതിനുശേഷം രണ്ടാമത് ഫ്ലിപ്കാർട്ട് ഓപ്പൺ ആയപ്പോൾ ഞാൻ ഒന്നുകൂടി ബുക്ക് ചെയ്തു. പക്ഷേ 300 രൂപ കൂടി, 1000 രൂപയായി. അപ്പോൾ എന്തായാലും സാധനം വന്ന് കൊള്ളാം, അടിപൊളി ഷൂ ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഐറ്റം ഒരു ഹെഡ്സെറ്റ് മേടിച്ച്. നമ്മുടെ വീഡിയോയിൽ കുറച്ചൊരു കമൻറ്റ് ചെയ്തായിരുന്നു, ഈ വോയിസിനേക്കാളും കൂടുതൽ മ്യൂസിക് കയറി നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുമ്പ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ സോണിയുടെ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ്, എനിക്ക് കൂട്ടുകാരുന്ന ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ ഹെഡ്സെറ്റ് എന്ന് പറയാൻ മറ്റേ പാട്ട് കേൾക്കാനൊക്കെ നല്ല ബാസൊക്കെ ഇടില്ല സാധനമല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ ഞാൻ കുറച്ചുപേരുടെ അഭിപ്രായം ചോദിച്ചു, പക്ഷെ ആരും കൃത്യമായിട്ടൊരു ഇതൊന്നും പറഞ്ഞില്ല. ആർക്കും ഇങ്ങനെ അതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു ഈ ഹെഡ്സെറ്റിനെ കുറിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഒരെണ്ണം ചൂസ് ചെയ്തു. ഇത് JBLൻ്റെ ഒരു ഹെഡ്സെറ്റാണ്. ഇതിന് 600 രൂപ. അതല്ല, ഇത് എന്താണ് കൊള്ളാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ബോട്ടിൻ്റെ മേടിച്ചായിരുന്നു, ബോട്ട്. അത് 400 രൂപയാണ്. പക്ഷെ അതെനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഇനി ഇത് വെച്ച് നോക്കിയിട്ട് അറിയാം. അയ്യോ, കുറേ പേപ്പറൊക്കെ താഴെപ്പോയി. അതിൻ്റെ കൂടെ മറ്റേ ഇയർബഡ് പോലെ സൈസിൻ്റെ. യെസ്, ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. മേഡ് ഇൻ ചൈന. ഈശ്വര, ഇതും ചാത്തനാണ്. എന്താണ് എന്തെങ്കിലും ആവട്ടെ. റെഡ് കളറിൽ മേടിച്ച്. ഇനി വലിയൊരു സാധനം നമുക്ക് അൺബോക്സിങ് ചെയ്യാനുണ്ട്. ഇത് ഇന്ന് വന്നല്ലേ, ഫ്രഷ് സാധനം, ഫ്രഷ്. ഇതെന്താണെന്ന് അറിയാമോ? ഒരു മിനിറ്റ്. സാധനമൊക്കെ മുറിച്ച് എടുക്കണം. മുറിയണം. പൊളി സാധനം. ഇതൊക്കെ തോന്നാൻ പണി എടുക്കട്ടെ. അങ്ങോട്ട് ഇതാണ് ഐറ്റം. ട്രൈപോഡ്. നല്ല നീട്ടമൊക്കെ ഉണ്ട്. ഇനിയും നീട്ടാം, ഇനിയും നീളും. നല്ല ഹെവി ട്രൈപോഡാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം എത്രയായിരുന്നു പറഞ്ഞില്ല, 800 രൂപയാണ്. ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക്, ആമസോണിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്യണ കംപ്ലീറ്റ് സാധനങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. പൊളി സാധനം. ഇതാണ് സംഭവം ഉണ്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രൈപോഡിൻ്റെ ആവശ്യം എന്തായാലും വേണ്ടി വന്നു. കാരണം ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ കൂടുതൽ വീഡിയോസ് വീട്ടിലിരുന്ന് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഓർമ്മ വേണമായിരുന്നു. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെയൊക്കെ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടില്ല, ആ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ. അത് ഒരുപാട് പാടുപെട്ടാണ് എടുത്തത്. ജനലയിലൊക്കെ ആയിരുന്നു കെട്ടിത്തൂക്കി ഇട്ടത് ക്യാമറയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം മേടിച്ചത്. അപ്പോൾ എപ്പോഴായാലും നമുക്കൊരു ആവശ്യം വരും.
എന്തായാലും വലിയ വിലയില്ല, 800 രൂപയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്തായാലും പുതിയതായിട്ട് വന്നൊരു ആപ്ലിക്കേഷനാണ്, കിട്ടില്ല ആപ്പാണ്. ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ നോക്കി, നല്ല രസമുണ്ട്, കൊള്ളാം. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പേര് VN വീഡിയോ എഡിറ്റർ എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ പോസ്റ്റ്, ടിക്ടോക്ക് വീഡിയോ, വ്ളോഗ് ആണെങ്കിൽ കംപ്ലീറ്റ് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് 4K വരെ ഔട്ട് എടുക്കാവുന്ന സംഭവമാണ്. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ 3 ലെയർ വീഡിയോ, അതായത് 3 ലെയറിൽ വീഡിയോ ഒക്കെ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലത്തെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു PC-ലേക്ക് എഡിറ്റിംഗ് ആണ്. അതായത് നമ്മുടെ പ്രീമിയർ പ്രോയിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം. നമുക്ക് ഇതിനകത്ത് ഒരു വീഡിയോ ഒക്കെ നൈസായിട്ട്, ഒരു 2 വീഡിയോ നൈസായിട്ട് എഡിറ്റ് ചെയ്യാം. ഒരു 3 ലെയറും ഒരു സ്റ്റോറിക്കുള്ള വീഡിയോ നമുക്കിപ്പോൾ ലൈവായിട്ട് എഡിറ്റ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് VN സെർച്ച് ചെയ്താൽ തന്നെ അതിൽ തന്നെ വരുന്നുണ്ട് വീഡിയോ എഡിറ്റിംഗ്. ഉണ്ടോ, വീഡിയോ എടുക്കുക, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം പോലെ ചെറിയൊരു സോഷ്യൽ മീഡിയ കൂടിയാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഈ വീഡിയോകളൊക്കെ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ താഴത്ത് ഇപ്പോൾ ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് തന്നെ ഒരുപാട് പേര് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വ്ളോഗ്, അതെ വ്ളോഗ് വരുന്നുണ്ട് ഇതിനകത്ത്, ട്രാവല്, അങ്ങനെ ഓരോ സബ്ജക്റ്റിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഒരു സോഷ്യൽ മീഡിയ പോലെ തന്നെ, അത് സോഷ്യൽ മീഡിയ തന്നെയാണ്. നമുക്കപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളോട്ടൊക്കെ താഴത്തെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രോജക്റ്റ്. യെസ്, അപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഗാലറിയിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ അതൊന്ന് എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതൊന്ന് സെലക്ട് ചെയ്യട്ടെ. ഓക്കെ, യെസ്, ഞാനിപ്പോൾ സംഭവം ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നൈസൊരു സ്റ്റോറി, അതല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസ് പോലെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ തന്നെ ഷൂട്ട് ചെയ്തതാണ് ഈ സംഭവം. ഇതാണ് സംഭവം, ഒരു പുല്ലിൻ്റെ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇതുണ്ട്, ഇതിനകത്ത് ഡയറക്റ്റഡ് ബൈ ഷെറിമ്പോൾ എന്ന് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് നൈസായിട്ട് കളയാം, അത് വാട്ടർ മാർക്ക് പോലെ വരുന്നത്. ഇപ്പം ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യണം, മേളിലോട്ടൊരു സ്വൈപ്പ് അപ്പ്, ഡിലീറ്റഡ്, എല്ലാ സംഭവങ്ങളും ആവശ്യമില്ലാത്തത് മേളിലോട്ട് ഇടിച്ച് തന്നെ ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ രീതിയിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിനകത്തുള്ള ഫംഗ്ഷനും ഓപ്ഷൻസൊക്കെ കാണിക്കുകയും കൂടി ചെയ്യാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറയ്ക്കുകയാണ്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഇത്തിരി സ്പീഡ് കുറയ്ക്കുക. ഇത് ഉണ്ടാവും ഒരു ഗ്രാഫ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇങ്ങോട്ട് താത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് അങ്ങ് കുറയും. ഇപ്പോൾ മേളിലോട്ടാണെങ്കിൽ അത് സ്പീഡ് കൂട്ടാനുള്ളൊരു ഓപ്ഷനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിടലാണ് നൈസായിട്ട് കുറച്ച് സ്ലോ മോഷൻ ആയിക്കോട്ടെ, കുറച്ചും കൂടി സ്ലോ മോഷൻ ആവും. ഇവിടെ നമ്പർ കാണിക്കുന്നുണ്ട് 23. പോട്ടെ. കൊള്ളാം, പൊളിച്ച്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, സ്ലോ മോഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് കുറച്ച് കളർ ഗ്രേഡൊക്കെ കൊണ്ടുവരാം. കളർ ഗ്രേഡ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ പ്രീമിയറും അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയിലൊക്കെ ലെറ്റ് ഉപയോഗിക്കാറുണ്ട് കളർ ഗ്രേഡ് ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് വഴിയേ പറയാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫിൽറ്റർ എടുക്കാം. ഫിൽറ്ററിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഫിൽറ്ററിൽ നമുക്കുണ്ട്. പിന്നെ അതിനകത്ത് മാനുവലി തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്തിരി ടെമ്പറേച്ചർ കുറച്ച് കുറയ്ക്കാം, കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടി, സാച്ചുറേഷൻ കുറച്ച് കൂട്ടി, ബാക്കിയൊന്നും വേണ്ട. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊരു ഫിൽറ്റർ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലൊരു പച്ചപ്പ് കിട്ടാനായിട്ട്. ഇത് കണ്ടോ, അത് വളരെ ഇഷ്ടപ്പെട്ടു. E2 കണ്ടോ, ആണ് സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോണിലുള്ള മ്യൂസിക്കുകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് തന്നെ ഇമ്പിൾഡായിട്ട് കുറച്ച് മ്യൂസിക്കുകളുണ്ട്, പക്ഷേ ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ഫോണിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണ ഏതെങ്കിലും ഒരു മ്യൂസിക് എടുത്തിട്ട് നൈസായിട്ട് ഇടാം. കോപ്പറേറ്റ്. അപ്പോൾ ഇതിനകത്ത് ഓഡിയോൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈക്വലൈസറോ അല്ലെങ്കിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതിനകത്ത് ട്രിം ചെയ്യാം, അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഓഡിയോൻ്റെ കാര്യത്തിലില്ല. അതൊരു മൈനസ് പോയിൻ്റ് ആണെങ്കിലും നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് പക്ഷേ പണിയാണ്, മ്യൂസിക് പണിയാണ്. ഞാൻ അധികം പ്ലേ ചെയ്യണില്ല കേട്ടോ.
ഇതാണ് സംഭവം. ജസ്റ്റ് ഒരു സ്റ്റോറി നമ്മൾ ഉണ്ടാക്കിയാണ്, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഉണ്ടാക്കി, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ഇത്രയും നീട്ടമൊന്നും വേണ്ട. ഇത് ഇവിടെ വെച്ചൊന്ന് നമുക്ക് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യാം, ഈ ഭാഗത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ താഴത്ത് സ്പിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഭാഗം അവിടെ വെച്ച് കട്ടാവും. എന്നിട്ട് എടുത്തിട്ട് നമ്മൾ മേലോട്ട് അടിക്കുമ്പോൾ ആ ഭാഗം ഡിലീറ്റ് ആവും. അത്രേ ഉള്ളൂ പരിപാടി, കഴിഞ്ഞു. പിന്നെ ഈ താഴത്താണ് ട്രിം ചെയ്യാനുള്ള ഓപ്ഷനാണ്, നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ട്രിം ചെയ്യാനുള്ള സെറ്റപ്പ്. പിന്നെ ഇതിനകത്ത് ഈ എഫക്ട്സ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ എഫക്ട്സ് ആഡ് ചെയ്യാനുള്ളൊരു സംഭവമാണ് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചാടും വേണ്ട അങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസാണ്. ഇങ്ങനെ ഫ്രെയിം വേറെ രീതിയിലുള്ള ഭംഗിയിലൊക്കെ ചാടിയൊക്കെ വരുന്ന രീതിയിലുള്ള ഫ്രെയിമുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ തൽക്കാലം ഇതിനകത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് വീഡിയോൻ്റെ വോളിയം കുറയ്ക്കുകയും മ്യൂട്ട് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷനാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇതുപോലെ കളർ ചേഞ്ച് ഓപ്ഷൻസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ക്രോപ്പ് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 720 മുതൽ 4K വരെയുള്ള റെസൊല്യൂഷനിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം 24, 25, 30 മുതൽ 60 വരെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. കിട്ടില്ലെന്നാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടിക്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇപ്പോൾ എക്സ്പോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ ടാഗൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്താണ് ഒരു സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് അത് ചെയ്യണില്ല. 99% ജസ്റ്റ് സേവ് ആൽബം കൊടുത്താൽ മതി, നമ്മുടെ ഗാലറിയിലോട്ട് വരും. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. കൊള്ളാം, പൊളിയല്ലേ? ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് സൂം ഇന്ന് കണ്ടോ, ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുക്കാം, ലെഫ്റ്റിൽ നിന്നും അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് സൂം ഔട്ട്, സൂം ഇൻ, അങ്ങനത്തെ ഓപ്ഷനൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഔട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ തിരിച്ച് റൗണ്ട് അപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, റൗണ്ട് ചെയ്തിട്ടുള്ള സെറ്റപ്പ്. പിന്നെ ടിക്ടോക്കിൻ്റെ സൈസ് നമുക്കിപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചുള്ള എല്ലാ സൈസിലും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് 4:5, അങ്ങനെ ഓരോ സൈസുകൾ. അതായത് യൂട്യൂബിൻ്റെ സൈസ് 16:9. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് മറ്റേ 3 ലെയർ വീഡിയോ ഇല്ലേ, 3 ലെയർ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് 3 ലെയറിൽ വീഡിയോ വരുന്ന രീതിയിലുള്ള. അത് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ആദ്യം നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വീഡിയോ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ക്ലിപ്പ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ, സ്റ്റിക്കർ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ചെയ്തില്ല, മറന്നുപോയി. ക്രോപ്പ് ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോ സൈസ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് അല്ലെങ്കിൽ ഇപ്പോൾ ടിക്ടോക്കിൻ്റെ സൈസ് എല്ലാം കാണാം. ടിക്ടോക്കിൻ്റെ സൈസ് ഇതാണ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. യെസ്, അത് സെലക്ട് ചെയ്തു. ഒന്നില്ലേ, അടിച്ചു പോയി. യെസ്, ഇതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്താണ് ഞാൻ നേരത്തെ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ടല്ലോ. അതായത് മിക്ക ഫോണുകളിലും ഇതിൻ്റെ കുറേ ഫങ്ഷൻസ് എനേബിൾ അല്ല. അത് എന്താണെന്ന് അറിയില്ല, ഈ ഫോണിൻ്റെ കോൺഫിഗറേഷൻ കുറവായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ഫോണ് 6GB റാമുള്ള ഫോണാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ 3 ലെയർ വീഡിയോ ചെയ്യാനായിട്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഞാനത് കുറച്ച് നേരം ഇരുന്ന് വേറെ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് നേരെ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിലുള്ള ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇത് ഇൻസ്റ്റാഗ്രാം സൈസ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സംഭവം സെറ്റാണ്. ഇനി നമ്മൾ ഉള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ആ സംഭവം ക്രോപ്പ് ചെയ്യണം. ഇതിനകത്ത് 21:9 എടുത്താൽ കറക്റ്റ് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിൽ കിട്ടും. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് മേളിക്കൊണ്ട് വെച്ചേക്കാം. ഇനി അടുത്തത് ചെയ്തു. അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്യാം. കണ്ടോ, സൈസ് കറക്റ്റ് ആക്കുക. സംഭവം സെറ്റ്. നെക്സ്റ്റ് ക്രോപ്പ് കുറച്ച് ഓക്കെ. യെസ്, നമ്മുടെ സംഭവം സെറ്റാണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. നമ്മുടെ ഈ കപ്പൽ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, കപ്പൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു മിറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വേണ്ട, തിരിഞ്ഞ്
വളരെ അപ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനായി കണ്ടോ. ഇത് പെട്ടെന്ന് തീർന്നല്ലോ ഈ സാധനം. ഓ ഡിലീറ്റ്. യെസ്, ഇതിനകത്തൊരു നൈസൊരു മ്യൂസിക്കും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട. നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഓഡിയോ മാത്രമായിട്ട് എടുത്ത് നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ മ്യൂസിക് മാൻ എടുത്തിട്ട് ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 10 സെക്കൻഡ് വീഡിയോ ആണ്. അത് ജസ്റ്റ് ഒന്ന് സ്ലോ മോഷൻ ചെയ്താൽ കൊള്ളാം. പക്ഷെ സ്ലോ മോഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. ഇത് സ്ലോ മോഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഈ സ്പീഡാണ് ശരിക്കും ചെയ്യണത്, പക്ഷെ അത് കണ്ട ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ ഇതാണ് മെയിൻ സംഭവം. ഇപ്പോൾ 3 ലെയർ വീഡിയോ എഡിറ്റ് ചെയ്യാനില്ലേ, നൈസല്ലേ. ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട് ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞാൽ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. വേറെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ഫങ്ഷൻസ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ സ്പീഡ് ചെയ്യാൻ നോക്കിയിട്ട് സ്പീഡിൻ്റെ ഓപ്ഷൻ കാണാനില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുറേ ഫങ്ഷൻസിൻ്റെ കുറേ മിസ്സിങ് ഉണ്ട്. പക്ഷേ ഏറ്റവും കിഡിലിനായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ വ്ളോഗൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഫങ്ഷനുള്ള സോഫ്റ്റ്വെയർ വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കിയെല്ലാം ക്രാക്ക് നമ്മൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പൈസ കൊടുക്കണം. പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇതുപോലത്തെ ഉള്ള ഓപ്ഷൻ ഒന്നുമില്ല. ഇതെന്തായാലും കിടിലന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിൻ്റെ കോൺഫിഗറേഷൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ എല്ലാ ഫോണിലും ഇതേപോലെ പല ഫങ്ഷനും വർക്ക് ചെയ്യണില്ല. അതെന്തായാലും ഭാവിയിൽ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ എന്തായാലും അത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്തായാലും നൈസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ മൊബൈലിൽ ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സാധാരണ രീതിയിൽ മൊബൈലിൽ കാര്യമല്ല, നമ്മുടെ വ്ളോഗ് വീഡിയോ ചെയ്യുന്നത് അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ക്രാക്കാണ്, കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യണം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ കാനോൺ G7X ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ്. അത് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളൊരു ഡാർക്ക് ഇതുള്ളതുകൊണ്ട് നമ്മൾ അധികം അറിയില്ല. പക്ഷേ ഒരു വൈറ്റ് സ്ക്രീനിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആകാശം വൈറ്റ് ആണെങ്കിൽ അത് എടുക്കുമ്പോൾ കുറേ ഡോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ ഉള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്, സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിലേ. നമ്മുടെ കമ്പനിയിൽ കൊടുത്തിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോസൊക്കെ ഇട്ടാണ്. ലോക്ക്ഡൗൺ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ, അടുത്ത വീഡിയോ ഇട്ടാണ്. ബൈ. ഒരു ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ്. ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ ആമസോണിൽ നിന്ന് ഏജൻറ്റ് വന്നിട്ട് നമുക്ക് ഈ ഇയർഫോൺ തന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാനിത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ റൈറ്റ് ഇയർ വർക്ക് ചെയ്യാനുള്ളതില്ല. നമ്മൾ മേഡ് ഇൻ ചൈന എന്ന് കണ്ടില്ലേ. അപ്പോൾ ആമസോണിൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും